വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് വിഷ്ണു പി അശോക്. ഇപ്പോൾ കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. കുറേ പേര് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റൂമേഴ്സ് ഒക്കെ ഇറങ്ങിയിരുന്നു. അപ്പോൾ അത് നമ്മളോട് തന്നെ കുറേ കുട്ടികളൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെല്ലാമുള്ള ഒരു എല്ലാത്തിനെ പറ്റിയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്കറിയാം കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നാണ് 1-ാം തീയതി വരുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അത് 1-ാം തീയതി വന്നില്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് പേർക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവരുടെ ഏജ് കഴിഞ്ഞു പോകുമോ എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, നോട്ടിഫിക്കേഷൻ വരുമോ, അതിൻ്റെ സ്റ്റേ എന്ന് മാറും, ഇങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ നമുക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ എന്തായാലും 9-ാം തീയതി ആയപ്പോഴത്തേക്കിന് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അതിലുള്ളത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. ഓക്കെ, ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നത് 9-ാം തീയതി വന്നു അല്ലേ, നമ്മുടെ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് നമുക്ക് എന്ത് വന്നത്, നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ നമുക്ക് എന്ന് വരെ അപ്ലൈ ചെയ്യാം, അടുത്ത മാസം 15-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അത്രയും ലേറ്റ് ആകരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, കേരള ബാങ്ക് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ എക്സാം ആണ് നടക്കാൻ പോകുന്നത്. ഏത് പോസ്റ്റിലേക്കാണ്, ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇതിനു മുമ്പ് ഒരു കേരള ബാങ്കിൻ്റെ ഒരു പോസ്റ്റ് വിളിച്ചിരുന്നു അല്ലേ, ഏതായിരുന്നു, അസിസ്റ്റന്റ് മാനേജറുടെ ഒരു പോസ്റ്റ് വിളിച്ചിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിരുന്നു. ഡിഗ്രി 60% മാർക്കിൽ കൂടുതലുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ എന്താണ് എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടുണ്ട്, നമുക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇവിടെ വന്ന ഡേറ്റ് നമ്മൾ പറഞ്ഞു എന്നാണ്, 9/4 എന്ത് വന്നത്, നമ്മളുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അതുപോലെ തന്നെ 15-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത മാസം 15 വരെ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ഏത് പോസ്റ്റാണ് വരുന്നത്, ക്ലർക്ക് ക്യാഷ്യർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ കേരള ബാങ്ക് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ പേ സ്കെയിൽ വന്നേക്കുന്നത് എത്രയാണെന്ന് നോക്കിയേ, 20,280 തൊട്ട് 54,720 വരെയാണ് ഇതിൻ്റെ പേ സ്കെയിൽ. അപ്പോൾ വളരെ നല്ലൊരു എമൗണ്ട് ഓഫ് മണി നമുക്ക് പേ സ്കെയിലായിട്ട് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ക്വാളിഫിക്കേഷൻ ഒക്കുന്ന എല്ലാവരും തന്നെ, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് പഠിച്ചു തുടങ്ങണം. നമുക്ക് ഉറപ്പായും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. ഇതിൻ്റെ വേക്കൻസീസ് നോക്കി, നല്ല വേക്കൻസീസ് ഉണ്ടല്ലേ. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തേക്കുന്ന വേക്കൻസി എത്രയാണ്, 115 വേക്കൻസിയോളം ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓർത്ത് വെക്കുക, ഒരു നല്ല വേക്കൻസി ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിച്ചാൽ നമുക്ക് ഈ ഒരു 115 വേക്കൻസി ഉള്ള സ്ഥിതിക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് എത്തിപ്പിടിക്കാനായിട്ട് പറ്റും. അപ്പം ഓർത്ത് വെക്കുക, മസ്റ്റായിട്ട് ഈ ഡേറ്റ് ഓർത്ത് വെച്ചോണം. 15-ാം തീയതി വരെ ഉള്ളൂ, അടുത്ത മാസം 15 വരെ ഉള്ളൂ ഡേറ്റ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്തോണം, അപ്ലൈ ചെയ്തോണം. പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷനെ പറ്റി എല്ലാവർക്കും ഭയങ്കര അധികം ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷൻ. ഇപ്പൊ നമ്പർ ഓഫ് വേക്കൻസീസ് എത്രയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് വേക്കൻസീസ് എത്രയാണ് പറഞ്ഞേക്കുന്നത്, 115 വേക്കൻസീസ് ആണ് ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, 115 വേക്കൻസി എന്നൊക്കെ പറയുന്നത് നല്ല വേക്കൻസിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലിയിൽ കയറാൻ പറ്റുന്ന അത്രയും വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് കേരള ബാങ്കിന്റെ ഈ ക്ലർക്ക് ക്യാഷ്യർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങുക. ഇതിന്റെ കാറ്റഗറി നമ്പർ ഓർത്തോണം. കാറ്റഗറി നമ്പർ എത്രയാണ്, 063 ആണ്, ഓർത്ത് വെച്ചോണം. 064 ഉണ്ട്. 064 എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ആണ്. 063 ആണ് നമ്മളുടെ ജനറൽ കാറ്റഗറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുമ്പം 063 തന്നെ എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ആൾക്കാർക്കെല്ലാം ഭയങ്കര അധികം ഡൗട്ട് ഉള്ള ഒന്നായിരുന്നു. അതായത് ഇത് ബികോംകാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതിൽ ബികോംകാർക്ക് തന്നെ കോർപ്പറേഷൻ ഉള്ളവർക്കേ പറ്റുള്ളൂ, HDC ഉള്ളവർക്കേ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് മെസ്സേജ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നോക്കി തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒന്നാണ്. അപ്പം നമുക്ക് എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് ഇതിന്റെ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. എന്താണ്, ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ ആർട്സ് ഓർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റ്. അല്ലെ, നമ്മൾ സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് എന്ത് വേണം, കോപ്പറേഷൻ പഠിച്ചിരിക്കണം. കോപ്പറേഷൻ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഡിഗ്രി ബികോം വേണം, കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി വേണം. അതുപോലെ തന്നെ എന്തും കൂടി വേണം, സ്പെഷ്യൽ, അതായത് എന്താണ്, ഒരു കോപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിട്ടും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എനി ബാച്ചിലർ ഡിഗ്രി വിത്ത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതോടൊപ്പം തന്നെ എന്താണ്, HDC അല്ലെങ്കിൽ JDC
കോഴ്സ് എന്ത് ചെയ്തിരിക്കണം, ക്വാളിഫൈഡ് ആയിരിക്കണം. HDC അല്ലെങ്കിൽ JDC കോഴ്സ് ഏതെങ്കിലും ഒരു ഡിഗ്രിയോടൊപ്പം തന്നെ HDC അല്ലെങ്കിൽ JDC കോഴ്സുകൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഓർത്ത് വെക്കുക, എല്ലാ ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല ഏതെന്ന് പറയുന്നത് ഈ ഒരു ക്യാഷ്യർ എന്ന് പറയുന്ന ഈ കേരള ബാങ്കിന്റെ ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, എല്ലാ ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയില്ല. കൊമേഴ്സിൽ ഡിഗ്രി ഉള്ള ആൾക്കാർക്കും പ്ലസ് കോർപ്പറേഷൻ ഉള്ളവർക്കും കൂടി അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയും പ്ലസ് HDC JDC മുതലായ എക്സാമുകൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു എക്സാമിന്റെ ഏജ് ലിമിറ്റ് നമ്മളോട് പലരും ചോദിക്കാറുണ്ട്. ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒരു കുറച്ച് ദിവസം വൈകിയപ്പോഴത്തേക്കും തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നതാണ്, ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് എന്നുള്ളത്. അതായത് പലരുടെയും ഒക്കെ സ്വപ്ന ജോലിയാണ് അത്, ഏജിന്റെ പ്രശ്നം കൊണ്ട് കിട്ടാതെ പോകുമോ എന്നൊക്കെ ആൾക്കാർക്ക് ഭയങ്കര, അതായത് പ്രായമിങ്ങ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്, PSC എഴുതാനുള്ള അവസാന പ്രായമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും അയക്കാറുണ്ട്, ഇത് ഉടനെ വിളിക്കുമോ. കേരള ബാങ്കിന്റെ ഈ ക്യാഷ്യർ അല്ലെങ്കിൽ ക്ലർക്ക് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന്റെ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് പേര് നമ്മളോട് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്ന 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ. അത് ശ്രദ്ധിച്ചോണം കേട്ടോ, 40 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക്, 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിന് റിലാക്സേഷൻ ഉണ്ട്. നമ്മുടെ OBCക്ക് 3 വർഷവും അതുപോലെ തന്നെ SC STക്ക് 5 വർഷം വരെ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏജ് ലിമിറ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ 40 വയസ്സ് വരെ ഉണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ഏജ് ഗ്രൂപ്പിനകത്ത് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് എങ്കിൽ ഉറപ്പായും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. ഇനി ഇതിന്റെ എന്താണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എങ്ങനെയാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് തന്നെയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പം സിലബസ് അനുസരിച്ച് എന്താണ് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണ് എങ്കിൽ ഉറപ്പായും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഇത്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഈ എക്സാം ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. CCയുടെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. നമ്മൾ വെറുതെ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നതുകൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടണമെന്നില്ല. ഇത്തരത്തിലുള്ള ഒരു എക്സാമിന് മെയിൻ ലിസ്റ്റിൽ തന്നെ ഏറ്റവും മുകളിൽ ഏറ്റവും നല്ലൊരു റാങ്കിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമാണ് നമുക്ക് ജോലി കിട്ടും എന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങണം. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, വിജയത്തിലേക്ക്, നിങ്ങളെ ഒരു നല്ല റാങ്കിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാനായിട്ട് പറ്റും. നമ്മൾ എന്താണ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ കറന്റ് നമുക്ക് സിലബസ് വന്നിട്ടില്ല എങ്കിൽ പോലും നമുക്ക് വരാൻ സാധ്യതയുള്ള ഏരിയകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് ക്ലാസ്സുകൾ പോകുന്നതായിരിക്കും. അത് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ലൈവ് സെക്ഷനുകൾ, എല്ലാ സബ്ജക്റ്റുകളുടെയും ലൈവ് സെക്ഷനുകൾ നടത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ക്വറീസ് ഉണ്ട് എങ്കിൽ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെന്ററിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പഠിപ്പിച്ചു പോയ എല്ലാ ഏരിയകളുടെയും റിവിഷനുകൾ നടത്തുകയും അതിൻ്റെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇതെല്ലാം കൂടി ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളെ ഒരു നല്ല രീതിയിലേക്ക്, നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു എക്സാം, അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ക്യാഷ്യർ കേരള ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹകരണ മേഖലയിൽ ഒരുപാട് എക്സാമുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു അടിത്തറ ഇടാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ പുതിയ ബാച്ചിൻ്റെ ഭാഗമായിട്ട് മാറുക. ഉറപ്പായും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ്.